മാർഗോഴി. എന്താ താമര? മെമ്പറാ? ആ വാസുവിന്റെ ഭാര്യ പ്രസവിക്കുന്ന കേട്ടില്ല, ഡബിൾ കുട്ടികളാന്നാണ് പറഞ്ഞു കേട്ടത്. എന്നാലും വാസുവിന്റെ ശുഷ്കാന്തി ഒരാഭാരം തന്നെ ട്ടാ. അല്ല, ഇപ്പൊ മെമ്പർമാർക്കൊക്കെ പ്രസവം നോക്കലാണ് പണി. നിങ്ങളുടെ വായലം നാവടിട്ട് മര്യാദക്ക് ഇരിക്കും. ആൾക്കാരെ കൊണ്ട് പറയിക്കാനായിട്ട് അവന് പിടിച്ചില്ല. ഇനി വാസുവിന്റെ ഭാര്യയായിട്ട് ഇവന് വല്ല അടുപ്പുണ്ടോ? അമ്മ ഉണ്ടാണ്ടിരിക്കമ്മ, അമ്മ പേടിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോയി ഡോക്ടറെ കണ്ടുള്ളൂ, പേടിക്കാനൊന്നുമില്ല കേട്ടാ. ശാന്ത് അച്ഛാ, അച്ഛനൊന്നും ഉണ്ടായിരുന്നു, വെറുതെ അമ്മനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. അച്ഛൻ വല്ലതും കഴിച്ചാ? നീ വല്ലതും കഴിച്ചാ? ഞാൻ കഴിച്ചുകൊണ്ട് അച്ഛൻ പോയി വല്ലതും കഴിച്ചേ. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. അച്ഛനും മോനും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേ. അത് ശരി. നിങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ചാ? ഇല്ല, കഴിച്ചില്ല, കഴിക്കണം. അതെ, ഞാനും 2-3 പ്രസവിച്ചത്. ശാന്തേ, വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. നിങ്ങൾ രണ്ടാളും എന്തെങ്കിലും കഴിച്ചാ? ഇല്ല, കഴിക്കുക, കുറച്ച് എടുത്ത. ഡോക്ടർ എന്ത് പറഞ്ഞടാ? ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് കഴിയട്ടെ എന്നാണ് പറഞ്ഞതിനോട്. അത് ശരി. ശാന്തേ, വേറെ വിഷമങ്ങളൊന്നും ഇല്ലല്ലോ? ഞാനേ ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടടാ. ഞാൻ ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം. ശാന്തനെ ലേബർ റൂമിലേക്ക് മാറ്റാൻ പോണം. നിങ്ങൾ എല്ലാവരും പുറത്തേക്കണം കേട്ടാ. ശാന്ത പ്രസവിച്ചു കേട്ടാ, പെൺകുഞ്ഞാണ്. എന്താച്ചാ ആശുപത്രിയിലെ കാര്യം? അച്ഛൻ വിളിച്ചിരുന്നാ? ശാന്തനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാം. പിന്നെ അച്ഛനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അച്ഛാ ഒന്ന് പതുക്കെ, അമ്മ കേക്കണ്ടാട്ടാ. ശരിയാ, അമ്മ കേട്ട കുഴപ്പമുണ്ടാക്കും. അതെ, ഞാൻ കേട്ട് കേട്ടാ അച്ഛനും മോളും കൂടെ പറയണത്. ഒരു വാസുവും ഒരു കുടുംബവും വന്നേക്കണത്. വല്ല നിവർത്തി ഉണ്ട് അവർക്ക്? എന്നിട്ട് ഇപ്പൊ ഈ വയസ്സാം കാലത്ത് കാണിച്ചു വെച്ചേക്കണ നാണുണ്ടാ? നിനക്ക് പഠിക്കാനൊന്നുമില്ലടി നോക്കിയിരിക്കണത്. നീ എന്താ ചെയ്യണേ? ഞാൻ അവിടെ കറി വെക്കാണ്. എനിക്ക് കറി വെക്കാൻ അറിയാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടാ കറി വെക്കാനായിട്ട്. ഇവിടെ നിന്നെങ്ങാനും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണക്ക് ഒരു ഓട്ടം വന്നത് കാണിക്കലോ ഒരു വാസുവിന്റെ. അച്ഛോ, അമ്മ പിടിച്ച് കടിക്കോ? ഓടെ ലക്ഷണം കണ്ടിട്ട് അവള് കടിക്കുന്ന പോലെ തോന്നണത്. അച്ഛൻ്റെ അല്ലേ ഭാര്യ, അനുഭവിച്ചോ? അല്ലാതെ എന്ത് ചെയ്യാനാണ്? ശാന്തര ഒന്നും തോന്നി. വാസു ഒന്ന് വന്നേ. നിന്റെ ഫോൺ അതെ, ഫോൺ എടുത്തൊന്ന് ദാസനൊന്ന് വിളിച്ചേ. എന്താ കാര്യം പറ? ഒന്ന് വിളിക്കേ, കാര്യം പറയാനാ. ആരെ വിളിക്കണ്ടല്ലോ? വാസുള്ള. വാസു. ഹലോ, ദാസനല്ലേ? ഇത് വാസുവിന്റെ വീടിന്റെ അടുത്തുള്ള ജമീലത്തെ ഒരു അർജന്റ് കാര്യം പറയാനാ. നമ്മളുടെ പെൺകുട്ടിയാണ്, ബ്ലീഡിങ് നിക്കണില്ല. ആണോ? ഒന്ന് അർജന്റ് ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരൂ. ഇത് ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ വരാം. 10 മിനിറ്റ്. ഓക്കെ മോനെ, ഓക്കെ. എന്താണ് അച്ഛാ? മോളെ അച്ഛനെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ഹോസ്പിറ്റലിൽ എന്തൊരു പ്രശ്നമുണ്ട്. അച്ഛൻ പോയിട്ട് വിളിക്കാം. വിളിക്കണട്ടാ. എവിടേക്കാണ്? ഹോസ്പിറ്റലിലേക്ക് പോണതൊക്കെ കൊള്ളാം. കാശേ കയ്യിലുള്ളത് ഇവിടെ വെച്ചിട്ട് പോണം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്.
ടെൻഷൻ അടിക്കണ്ട. ചേട്ടാ എന്താണ് അമ്മക്ക് വല്ല പ്രശ്നം എന്താ? അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല മോൻ. എന്തെങ്കിലും വിഷയം എന്തെങ്കിലും ഒന്നുമില്ല. ജമീലത്തെ എവിടെ? എവിടെ കണ്ടല്ലോ? ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ഇരിക്കും. അല്ല എന്തെങ്കിലും ഇല്ല കുട്ടിയെ, ഇരിക്കും. ബസ് ഇരിക്കും. പോരാട്ടാ. എന്താ പ്രശ്നം? ശരിക്കും എന്താ സംഭവിച്ചത്? ബ്ലീഡിങ് നിൽക്കണ്ടായിരുന്നില്ല, ആള് മരിച്ചു. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ലേ? വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള നേരണ്ടാ. ഇനിയിപ്പോ അവരോട് എന്തായാലും പറയണ്ടേ, അറിയിക്കണ്ടേ? ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടോണ്ടേ? എന്താ ചെയ്യാ? വാസനോട് ഇപ്പൊ എങ്ങനെ പറയാ? ഒരു കാര്യം ചെയ്യാം, ആ, അവരേതായാലും വീട്ടിലേക്ക് വിടാം. ആയിക്കോട്ടെ. ബാക്കി ഫോർമാലിറ്റി നമുക്ക് ഇവിടെ അതന്നെ, ചെയ്യാം. അതാ ചെയ്യാതെ പറ്റുള്ളൂ.